ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി വേൾഡ്. അപ്പോൾ നമ്മൾ ഈവനിങ് കാത്തിരുന്ന കമ്പനി ബോർഡ് LGSന്റെ നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ? ഇതിന് പക്ഷേ പ്രിലിംസ് മീൻസ് അങ്ങനെ ആയിരിക്കുമോ എക്സാം? അല്ല, ഒറ്റ എക്സാം ആയിരിക്കുമോ? നമുക്ക് വഴിയെ പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തേൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഇതിന് മുൻപത്തെ നടന്നത് വെച്ചിട്ടുള്ള ക്ലാസ് ഗ്രേഡ് സെവൻസിന്റെ ഒരു സിലബസ് എക്സാക്ട് ഒന്ന് നമുക്ക് നോക്കണമല്ലോ. അത് പ്രിലിംസ് ആയിക്കോട്ടെ, മെയിൻസ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്. ഓക്കെ, അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതിലൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് കേട്ടോ. അതിന് മുൻപ് നമുക്ക് ഈ നോട്ടിഫിക്കേഷന്റെ കുറച്ച് കാര്യങ്ങൾ വേഗം നോക്കി പോകാം. അതിനുശേഷം സിലബസിന്റെ കാര്യങ്ങൾ പറയാം. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് December 3 ആണ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഓക്കെ, 7th സ്റ്റാൻഡേർഡ് ആണ് ക്വാളിഫിക്കേഷൻ എന്നുള്ളതും നിങ്ങൾക്ക് അറിയാമായിരിക്കും. പിന്നെ നോളജ് ഓഫ് സൈക്ലിങ്ങും വേണം. പക്ഷേ വിമൻ ആൻഡ് ഡിഫറെന്റ്ലി ഏബിൾഡ് കാൻഡിഡേറ്റ്സ് ആർ എക്സെപ്റ്റഡ് ഫ്രം നോളജ് ഓഫ് സൈക്ലിംഗ് എന്നുള്ളത് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സിലബസ് ഒന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഈ കാണുന്നതാണ് സിലബസ്. ഇത് 2024 എന്നുള്ള രീതിയിൽ അവർ ഇട്ടിട്ടുള്ളതാണ്. ഇനി എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുമോ എന്നൊക്കെ നോക്കാം. വരാൻ അധികം ചാൻസ് ഇല്ല, പക്ഷെ വരാം. ഇപ്പൊ ഡിഗ്രിയുടെ പ്രിലിമിനറി എക്സാമിനേഷന്റെ അവർ മാറ്റിയിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ് ആയിട്ട് സിലബസ്. ഓക്കെ, അപ്പോൾ നോക്കി ഒന്ന് ജസ്റ്റ് വേഗം നോക്കാം. ഇതിൽ പൊതുവിജ്ഞാനം എന്ന് പറഞ്ഞിട്ട് 40 മാർക്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. ജനറൽ നോളജ്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് 20 മാർക്സ് ആണ് കേട്ടോ. അപ്പോൾ 20 മാർക്സ് തന്നെ ഉണ്ട്. നമ്മുടെ LDC VFA ഒക്കെ പോലെ തന്നെ ഉണ്ട്. സയൻസ് 10 മാർക്ക്, പൊതുജനാരോഗ്യം 10 മാർക്ക്, ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠ പരിശോധനയും 20 മാർക്ക്. ഓക്കെ, അപ്പോൾ ഇതിന് മുൻപത്തെ വീഡിയോയിൽ ഞാൻ ഈ LGSന് വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ എങ്ങനെ ബെറ്റർ ആയിട്ട് പ്രിപ്പയർ ചെയ്യാമെന്ന് പറഞ്ഞതിൽ കാണിച്ച പോർഷൻസ് LGSന് എല്ലാ പോർഷൻസ് ആണ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. ഇപ്പോൾ സിലബസ് നിങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാകും. പക്ഷേ മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. സോ അത് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് സെപ്പറേറ്റ് എടുത്ത് ചെയ്തത്. മറ്റേത് ഞാൻ സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി കാണിച്ചത് ജനറലി അത് 10th പ്രിലിമിനറിയുടെ ആണെങ്കിൽ കൂടി കോണ്ടന്റ് സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. 1-2 കാര്യങ്ങൾ മാത്രമേ അഡീഷണൽ ഉള്ളൂ. പിന്നെ മാർക്സിന്റെ ഒരു ഡിഫറൻസ് ആണ്. ബാക്കി മാർക്സ് എത്രയോ ആയിക്കൊള്ളട്ടെ, നമ്മൾ പഠിക്കേണ്ട കണ്ടന്റ് എന്ന് പറയുന്നത് സെയിം ആണ്. നമ്മൾ അത്രത്തോളം ഡെപ്തില് ഇപ്പോൾ ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് പഠിക്കേണ്ടതുണ്ട്. കാരണം കോമ്പറ്റീഷൻ വളരെ ടഫാണ്. ഇതിപ്പോൾ 7th സ്റ്റാൻഡേർഡ് ആണ് ക്വാളിഫിക്കേഷൻ എങ്കിൽ കൂടി ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവരും ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത് അത്രത്തോളം കാൻഡിഡേറ്റ്സുമായിട്ടാണ്. നമ്മൾക്കൊരു ടോപ്പ് സ്കോറിംഗിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷനേക്കാൾ ഉപരി ഈ പറയുന്ന സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ള പോർഷൻസ് ഒക്കെ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ കവർ ചെയ്യണം. എന്ത് വേണമെങ്കിലും ചോദിക്കാം എന്നുള്ളത് അവർ തന്നെ എപ്പോഴും പറയുന്ന കാര്യമാണ് അല്ലെ. അപ്പോൾ ഇതിൽ കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എക്സാക്ട് മുൻപത്തെ ആ ഒരു സിലബസ് വെച്ചിട്ട് പറയുന്നത്. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ കഴിഞ്ഞതിൽ പറഞ്ഞതിൽ വ്യത്യാസമൊന്നുമില്ല. കോണ്ടന്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്. അതിൽ കൂടുതൽ ഞാൻ സ്റ്റഡി പ്ലാൻ ഇങ്ങനെ ബെറ്റർ ആയിട്ട് ഈ പോർഷൻസ് നിങ്ങൾ ഓരോന്ന് സെലക്ട് ചെയ്യുമ്പോൾ, ഒരു ദിവസത്തെ സെലക്ട് ചെയ്യുമ്പോൾ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞു പോയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് അത് ഇതല്ല, അത് ശരി തന്നെയാണ് അതിലുള്ള പോർഷൻസ് ഒക്കെ. അപ്പോൾ ഇതാണ് എക്സാക്ട് ആയിട്ടുള്ള മുൻപത്തെ നടന്നത്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. ഇവിടെ ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന്, അതും ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഭാഗം നിങ്ങൾ നോക്കുകയാണെങ്കിൽ അവർ 2 പോർഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര കാലഘട്ടവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യ സമര സേനാനികൾ, ഭരണ സംവിധാനങ്ങൾ തുടങ്ങിയവ. ഇത് 5 മാർക്സ് ആണ്. പക്ഷേ 5 മാർക്സിൽ ഇവർ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതിൽ ഓരോന്നിലും പറയുന്ന പോർഷൻസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പൊ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം എടുത്തു കഴിഞ്ഞാൽ എന്തോരം കാര്യങ്ങളുണ്ടല്ലേ പഠിക്കാൻ. നമ്മളിപ്പോൾ വെറുതെ ഒരു INC ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഫോർമേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഫോർമേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട സെഷൻസും ഒക്കെ ഇഷ്ടം പോലെയുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾ, ഈ പറയുന്ന ഫ്രീഡത്തിന്റെ സമയത്ത് ഉണ്ടാവുന്ന കാര്യങ്ങളും ഇഷ്ടം പോലെയുണ്ട്. അപ്പോൾ ഇത് ഓരോ ദിവസവും നിങ്ങൾ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് പഠിക്കണം. കട്ട് ചെയ്ത് പഠിക്കണം. ഒരു ദിവസം കൊണ്ട് തന്നെ കുറേയധികം മുന്നേറ്റങ്ങൾ നിങ്ങൾ മകപ്പ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം എന്തൊക്കെ ചെയ്താലും ഒരു 6 മാസം ടൈം ലിമിറ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇനി ദേശീയ പ്രസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു ടോപ്പിക്കാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾ ഓരോ വ്യക്തികളെ കുറിച്ചും ചിലപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഡെപ്തിൽ നോക്കേണ്ടി വരും. അവരായിട്ട് എഴുതിയിരിക്കുന്ന പുസ്തകങ്ങളുടെ പേര്, അവരുടെ കൊട്ടേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ ഒരു 5 മാർക്സ്, അപ്പൊ നമ്മളൊരു പഠിക്കേണ്ട ആ ഒരു കാര്യം 5 മാർക്കിനാണെങ്കിൽ കൂടി നമ്മൾ പഠിക്കേണ്ട പോർഷൻസ് അതിന് എത്രയോ മടങ്ങുള്ള കാര്യങ്ങളാണ്. സോ മാർക്സിനേക്കാൾ ഉപരി അവിടെ നല്ലവണ്ണം നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ കൂടുതൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, SCERT കണ്ടന്റ് കുറച്ച് കൂടുതൽ ഫോക്കസ് ചെയ്യണം. 5 തൊട്ട് 10 വരെയുള്ള പോർഷൻസിൽ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ഈ പറയുന്ന സോഷ്യൽ സയൻസിൽ നല്ലവണ്ണം കണ്ടന്റുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഈ ടെക്സ്റ്റിലെ ഓരോ കാര്യങ്ങളും അത്യാവശ്യം നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. അത് ഒരു അഡീഷണൽ ഫാക്ടറോട് കൂടി നിങ്ങൾക്ക് സ്വയം റെഫർ ചെയ്ത് നോക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയും ചെയ്യാം. എക്സ്ട്രാ ആയിട്ട്
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഓരോ പാഠത്തിന്റെ ഒപ്പം എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ഇത് കവർ ചെയ്യാനും സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് SCERT ക്ലാസ് ഇപ്പോൾ LGSനാണെങ്കിലും നിങ്ങൾക്ക് കംപ്ലീറ്റ് SCERT ക്ലാസ് വിത്ത് അഡീഷണൽ ഫാക്ട്സ്. ഈ അഡീഷണൽ ഫാക്ട്സ് എന്ന് ഞാൻ പറയുന്നത് ടെക്സ്റ്റിൽ അധികം പറഞ്ഞു പോവാത്ത നമ്മൾ എക്സ്ട്രാ റെഫർ ചെയ്തിട്ടാണ്, ബുക്സ് ഒക്കെ റെഫർ ചെയ്തിട്ടാണ് പറയുന്നത് ഈ എക്സ്ട്രാ ഫാക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ SCERTയുടെ കംപ്ലീറ്റ് ക്ലാസ് സോഷ്യൽ, അതുപോലെ തന്നെ ബേസിക് സയൻസും പാർട്ട് 1 പാർട്ട് 2 കംപ്ലീറ്റ് സിലബസ് അനുസരിച്ചുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ടെലിഗ്രാം ചാനൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യുക. എനിക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ചാൽ ഇതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ബാക്ക് ടു സിലബസ് അല്ലേ. രണ്ടാമത്തെ നോക്കി, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, യുദ്ധങ്ങൾ, പഞ്ചവത്സര പദ്ധതികൾ, വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും. അതായത് എക്കണോമിക്സിന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നാണ് ഇത് കൂടുതലും പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഇപ്പൊ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ എന്ന് പറയുന്നത് കൂടുതലും ഹിസ്റ്ററി ഓറിയന്റഡ് ആണ് കുറച്ചൊക്കെ അല്ലെ. പിന്നെ പഞ്ചവത്സര പദ്ധതികൾ അവർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ വിവിധ മേഖലകളിലെ പുരോഗതികളും നേട്ടങ്ങളും, ഇത് 5 മാർക്സ് ആണ്. ഇനി ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, ഇന്ത്യൻ ഭരണഘടന അടിസ്ഥാന വിവരങ്ങൾ, ഇത് 5 മാർക്സ് ആണ്. ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റഡ് ആണ്. ഫണ്ടമെന്റൽ റൈറ്റ്സും ഫണ്ടമെന്റൽ ഡ്യൂട്ടീസും ആണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന വിവരങ്ങളിൽ കുറേയധികം ഫാക്ട്സ് വരാം. ഓക്കെ, അത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി തൊട്ടിട്ടുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നുകൊണ്ട് വേണം പഠിക്കാൻ. അതായത് അതിന്റെ ബേസിക് തൊട്ട് തന്നെ പഠിക്കാം. നിങ്ങളിപ്പോൾ ഏത് ക്വാളിഫിക്കേഷനുള്ള ആണെങ്കിലും നിങ്ങൾ LGS ലെവലിന് പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്യാവശ്യം ഡെപ്തിൽ പഠിക്കാം. ഒരു ഡിഗ്രി ലെവൽ എന്നുള്ള രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്ത് ചോദ്യം വന്നാലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത്, ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിർത്തികൾ, ഇന്ത്യയുടെ അടിസ്ഥാന വിവരങ്ങൾ, ഇത് ജോഗ്രഫിയിൽ നിന്നാണ്, 5 മാർക്സിനാണ്. ഈ പറയുന്നതിൽ നിന്ന് എല്ലാത്തിനും അത്യാവശ്യം എന്താണ്, നല്ല രീതിയിൽ ചോദിക്കാം, അത്യാവശ്യം ശ്രദ്ധിക്കാം. ഇനി അടുത്തത് കേരള ജോഗ്രഫി, ഇത് 10 മാർക്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി, നദികളും കായലുകളും, ഭൂമിശാസ്ത്രം, അടിസ്ഥാന വിവരങ്ങൾ, വന്യജീവി സങ്കേതം, ദേശീയോദ്യാനം, മത്സ്യബന്ധനം, കായികരംഗം, ഇതുവരെ നിൽക്കട്ടെ. ഇതുവരെയുള്ള ആ സംഭവങ്ങളുണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള, ഈ വാസ്റ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നിങ്ങൾ ഇപ്പോഴേ പഠിച്ച് ശീലിക്കണം. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് പഠിക്കാൻ. ഇൻ ദ സെൻസ് ഇത് LGS ലെവൽ എക്സാം ആണ്. ഈ ഒരു പോർഷൻ മാത്രം അവർ 10 മാർക്സ് കൊടുത്തിട്ടുണ്ട്. കാരണം കേരളത്തിനെ കുറിച്ചുള്ള ഫാക്ട്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ള ആ ഒരു ഇതോടുകൂടിയാണ് അത്രയും വെയിറ്റേജ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ 14 ഡിസ്ട്രിക്ട്സ് ഉണ്ടെങ്കിൽ ആ 14 ഡിസ്ട്രിക്ട്സിന്റെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടി വരും ഒരു LGS എക്സാമിന്. കാരണം ഇപ്പോൾ നിങ്ങൾ പ്രിലിമിനറി പേപ്പറുകൾ, ഇപ്പൊ നമ്മൾ ഏത് എക്സാമിന് പഠിക്കുകയാണെങ്കിലും പേപ്പറുകൾ, ഈ പറയുന്ന 10th ലെവൽ അല്ലെങ്കിൽ ഇപ്പോൾ LGS ലെവൽ എക്സാമിന്റെ ഒക്കെ പേപ്പറുകൾ നിങ്ങൾ മാക്സിമം അറ്റംപ്റ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ എങ്ങനെയൊക്കെ ചോദിച്ചു ചെയ്യുന്നത് നമുക്ക് മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന ഓരോ ജില്ലകളെ കുറിച്ചും പഠിച്ചെടുക്കാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത്യാവശ്യം കട്ട് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് സാവകാശമുണ്ട്, സാവധാനത്തിലിരുന്ന് അടിസ്ഥാന വിവരങ്ങൾ, അത് പക്ഷെ പഠിക്കേണ്ട രീതിയുണ്ട്, അങ്ങനെ പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പോൾ ഇത് കൂടാതെ ഇവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലൈക്ക് പഞ്ചായത്തി രാജ്, മുനിസിപ്പാലിറ്റി, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പറയാമല്ലേ, എന്തൊക്കെ കാര്യങ്ങൾ ചോദിക്കാം, കുറേയധികം കാര്യങ്ങളുണ്ട്. ദെൻ അടുത്തത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ രാഷ്ട്രീയ സാമൂഹിക മുന്നേറ്റങ്ങൾ, നവോത്ഥാന നായകന്മാർ, ഇത് 5 മാർക്കാണ്. ഇപ്പൊ പ്രിലിംസിന്റെ സിലബസ് നോക്കി കഴിഞ്ഞാൽ ഇത് 10 മാർക്കാണ് കേട്ടോ. അപ്പൊ മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഞാൻ അതാണ് പറഞ്ഞത്, അവിടെ പറഞ്ഞപ്പോൾ ഞാൻ പ്രിലിംസിന്റെ വിത്ത് റെസ്പെക്ട് ടു മാർക്സ് ആണ് പറഞ്ഞു പോയത്. പക്ഷെ കണ്ടന്റ് സെയിം ആണ്, പഠിക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ്, ഒരു മാറ്റമില്ല. പഠിക്കേണ്ടത് എല്ലാ ഈ പറയുന്ന പ്രിലിംസിനാണെങ്കിലും മെയിൻസിനാണെങ്കിലും ഒക്കെ നിങ്ങൾ ആ ഒരു ഡെപ്തിൽ പഠിക്കാം. പ്രിലിംസിന് വേണ്ടി എന്നുള്ള രീതിയിൽ പഠിക്കരുത്, എല്ലാം ഒറ്റ എക്സാമിന് വേണ്ടി, അതായത് മെയിൻസ് എന്നുള്ള ലെവലിൽ പഠിക്കാം. കാരണം അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും. പ്രിലിംസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ക്വാളിഫൈ ചെയ്യാനുള്ളതാണ്. ദെൻ പിന്നീട് ഞാൻ ഇത് ഓൾറെഡി പറഞ്ഞു, റിനൈസൻസ് ലീഡേഴ്സ്, ഇത് അത്യാവശ്യം വാസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ എത്രത്തോളം പഠിച്ചാലും എത്രത്തോളം നമ്മുടെ തലയിൽ കയറും എന്നുള്ളത് നമുക്ക് തന്നെ ധാരണയില്ല അല്ലേ. അപ്പോൾ അത് അത്രയും ശ്രദ്ധിക്കണം. പിന്നെ ഇതിൽ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക, സാഹിത്യ മേഖല, കായിക മേഖല എന്നിവയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, ഇതൊരു ജനറലൈസ്ഡ് സംഭവമായിട്ടാണല്ലോ കൊടുത്തിട്ടുള്ളത്. അതായത് നമ്മൾ പ്രിലിംസിന്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഇത് 10 മാർക്സ് ഒരു കറണ്ട് അഫയർ ഓറിയന്റഡ് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ പക്ഷെ അതേ സംഭവം തന്നെയാണ് 5 മാർക്സിന്റെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇതിൽ എന്തൊക്കെ ചോദിക്കാം, അത് കറണ്ട് കോണ്ടെക്സ്റ്റ് എന്നുള്ള രീതിയിലും ചോദിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള കാര്യങ്ങളെ വെച്ചും ചോദിക്കാം. നമ്മൾ ആർട്സ്, സ്പോർട്സ്, ലിറ്ററേച്ചർ എന്നുള്ള രീതിയിൽ പറയുന്ന പോലത്തെ കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ ചോദിക്കാം. ദെൻ ആനുകാലിക വിഷയങ്ങൾ 20 മാർക്സ്. ഓക്കെ, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്സ് ആണ്, അതായത് കറണ്ട് അഫയേഴ്സ്. ഇപ്പോൾ നമ്മുടെ LDC VFAയുടെ അത്രയും തന്നെ വെയിറ്റേജ് ഉണ്ട് കേട്ടോ കറണ്ട് അഫയേഴ്സിന് 20 മാർക്സ്. ഇപ്പോൾ നിങ്ങൾ LDC VFAക്ക് പഠിക്കുകയാണെങ്കിൽ എന്തായാലും ഈ ആനുകാലിക വിഷയങ്ങൾ വേണം. ഓക്കെ, ദെൻ സയൻസ്
നോക്കിയേ, ഇവിടെ സയൻസ് ജനറലൈസ് ചെയ്തിട്ടാണ് 5 മാർക്ക് 10 മാർക്ക് എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതിൽ 5 ബയോളജി, 5 ഭൗതിക രസതന്ത്രം. ഇവിടെ നമുക്ക് പഠിക്കുന്നതിൽ കുറച്ച് വ്യത്യാസം വരുത്താൻ പറ്റും. അതായത് ബയോളജി ഈ പറഞ്ഞ എല്ലാ പോർഷനും എല്ലാത്തിലും സ്ഥിരം കാണുന്നതാണ്. മനുഷ്യ ശരീരത്തെക്കുറിച്ചുള്ള പൊതു അറിവ്, ജീവിതങ്ങളും അപര്യാപ്തത രോഗങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ, പരിസ്ഥിതി പ്രശ്നങ്ങളും, വനങ്ങൾ, വനവിഭവങ്ങൾ, സാമൂഹിക വനവൽക്കരണം, ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. ഇവിടെ ചോദിക്കാതെ പറയാത്തൊരു സാധനം ഈ പറയുന്ന ആരോഗ്യവുമായി ബന്ധപ്പെട്ട പദ്ധതികളുണ്ടല്ലോ, അതാണ് സ്പെഷ്യലി എടുത്ത് പറയാത്തത്. പിന്നെ ഇവിടെ ഫിസിക്സിനും ഇതിനുമായിട്ട് നോക്കി ജനറലൈസ് ചെയ്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഫിസിക്സ് പ്ലസ് കെമിസ്ട്രി എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇതിന്റെ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ മാത്രം മതി. ഓക്കെ, അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അപ്പോൾ ഇതിന് കമ്പയർ ടു ബാക്കി ഇത്തിരി വെയിറ്റേജ് കുറവാണ്. അപ്പോൾ ഇതൊക്കെ സാവധാനം പഠിച്ചു തുടങ്ങിയാലും മതി അല്ലെ. ദെൻ ബയോളജിയുടെ പോർഷനിൽ നമ്മളൊരു കാര്യം പറഞ്ഞു, 5 മാർക്കുള്ളൂവെങ്കിലും 10 മാർക്ക് ഇവിടെ കിടപ്പുണ്ടല്ലേ. പൊതുജനാരോഗ്യം അവിടെ പദ്ധതികൾ ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇവിടെ പദ്ധതികൾ വരും. കാരണം കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, ജീവിതശൈലി രോഗങ്ങൾ, അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം, സാംക്രമിക രോഗങ്ങളും രോഗകാരികളും. അപ്പോൾ മൊത്തത്തിൽ ബയോളജി പ്ലസ് പബ്ലിക് ഹെൽത്ത് എന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ 15 മാർക്കാണ്. അത്യാവശ്യം വെയിറ്റേജ് ഉണ്ട്. നമ്മുടെ കറണ്ട് അഫയേഴ്സിന്റെ 20 മാർക്ക് കഴിഞ്ഞാൽ പിന്നെ വെയിറ്റേജ് ഉള്ളത് ഈ സാധനത്തിനാണ് അല്ലേ. അപ്പോൾ ഇത് ഇപ്പോഴേ അത്യാവശ്യം നോക്കി തുടങ്ങണം. കാരണം ഈ അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം കുറച്ച് ടഫാണ്, കുറച്ചധികം കാര്യങ്ങളുണ്ട്, കുറച്ചധികം എന്ന് പറഞ്ഞാൽ അധികമുണ്ട്. ഓക്കെ, അപ്പം നല്ല രീതിയിൽ നിങ്ങൾ സ്റ്റഡി പ്ലാൻ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, പിന്നെ മാത്സ് സ്ഥിരം നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ടോട്ടൽ 20 മാർക്സ് ആണ് നമുക്ക് സ്ഥിരം അറിയാവുന്ന ലഘുഗണിതത്തിന്റെ പോർഷൻസ്. ഇതൊക്കെ തന്നെ സംഖ്യകളുടെ അടിസ്ഥാന ക്രിയകളും, ലസാഗു, സാഗ, ഭിന്നസംഖ്യകൾ, അങ്ങനെ കുറെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും 10 മാർക്കും. അപ്പോൾ ഇത് എക്സാക്ട് LGSന്റെ 2024 സിലബസ് ആണ്. എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ആകെ നിങ്ങളൊരു വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. ഇവിടെ നമ്മൾ സാധാ 10th ലെവൽ LDC VFA ഒക്കെ എക്സാമിന് ഇപ്പോൾ ബയോളജി പ്ലസ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് എന്നുള്ള രീതിയിൽ 10 മാർക്സ് അല്ല 5 മാർക്സിനാണ് 5-6 മാർക്സിനും കണ്ടാണ് നമ്മൾ ഈ ഇത്രയും പോർഷൻസും പിന്നെ ബയോളജിയുടെ ഇവിടെ കണ്ട പോർഷൻസും മിക്സ് ചെയ്ത് പറയുന്നത്. ഇവരെ സെപ്പറേറ്റ് കാറ്റഗറൈസ് ചെയ്ത് കൊടുത്തു. പക്ഷെ ഇൻ ടോട്ടൽ 15 മാർക്സ് അതിന് മാത്രം വെയിറ്റേജ് വന്നു എന്ന് മാത്രം. ഓക്കെ, പിന്നെ ഫിസിക്സ് കെമിസ്ട്രിക്ക് അവിടെ കാണുന്ന പോലെ അത്രയും ഇതിലുള്ള മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷനെ അവർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ ഇവിടെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എക്സ്ട്രാ ആയിട്ട് കണ്ടു. പിന്നെ കറണ്ട് അഫയേഴ്സ് കൂടാതെ ഇവിടെ ഇങ്ങനൊരു സംഭവം കയറ്റിയിട്ടുണ്ടെന്ന് മാത്രം അല്ലെ. ബാക്കി എല്ലാ കണ്ടന്റും നമ്മൾ അവിടെ കണ്ട കണ്ടന്റ് ഒക്കെ തന്നെയല്ലേ ഇതും. പിന്നെ ഇവിടെ എക്കണോമിക്സിന്റെ ഇത് നോക്കുകയാണെങ്കിൽ അവിടെ 5 ഇയർ പ്ലാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ആക്ച്വലി ഇത് പ്രിലിംസ് മെയിൻസ് എന്നുള്ളത് ആലോചിച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഇത് 6 സ്റ്റേജസ് സംതിങ് ആയിട്ടാണ് പ്രിലിംസ് നടന്നത്. ഇപ്രാവശ്യം ധാരാളം പേര് എഴുതാൻ സാധ്യതയുള്ളത് കൊണ്ട് മേ ബി പ്രിലിംസ് ഉണ്ടായിരിക്കാം, നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ കുറേയധികം സ്റ്റേജസിലായിട്ടായിരിക്കും എക്സാം നടക്കുക. ഓക്കെ, ഇനി ചിലപ്പോൾ എന്തുമാകാം, ഒറ്റ പരീക്ഷയും ആകാം, നമുക്കറിയില്ല. ഇത്ര പക്ഷെ ആൾക്കാരുടെ എണ്ണം അവർക്ക് വളരെ ഫൈനായിട്ട് വളരെയധികം സോർട്ട് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ പ്രിലിംസ് മെയിൻസ് വെക്കാം. അത്രയും പേരുടെ മതി എന്നുള്ള രീതിയിൽ, അതായത് അത്രയും റിഫൈൻഡ് ആയിട്ട് അവർക്ക് ആൾക്കാരെ കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ജനറൽ ആയിട്ട് ഒറ്റ പരീക്ഷ എന്നുള്ള രീതിയിലും ചെയ്യാം. നമുക്കിപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ കഴിഞ്ഞതിൽ നടന്നപ്പോൾ അത് കഴിഞ്ഞ പ്രാവശ്യം പ്രിലിംസ് പ്ലസ് മെയിൻസ് എന്നുള്ള രീതിയിലാണ് നടന്നത്. മെയിൻസിന് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം ഒറ്റ എക്സാം ആയിരുന്നു, സിംഗിൾ എക്സാം ആയിരുന്നു. അതിൽ ഈ സ്പെഷ്യൽ ടോപ്പിക് ഒന്നും ഉണ്ടായിരുന്നില്ല, സാധാരണ നമ്മുടെ LDC സിലബസ് തന്നെയായിരുന്നു. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഈ സിലബസിന്റെ ഒരു കൺഫ്യൂഷൻ വരുന്നത്. മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷനിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളത്. ഇപ്പം അധികം ഞാനിപ്പോൾ പറഞ്ഞല്ലോ, നിങ്ങൾ കണ്ടന്റ് എന്തൊക്കെ ചെയ്താൽ എത്ര മാർക്ക് എന്നുള്ളതിനേക്കാൾ ഉപരി നല്ലവണ്ണം പഠിക്കാതെ അതിൽ കുറച്ച് ശ്രദ്ധിക്കണം എന്ന് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത് എനിക്ക് പറയാനുള്ളത് കറണ്ട് അഫയേഴ്സും ഈ ബയോളജി പ്ലസ് ലൈഫ് സയൻസ് അതുപോലെ തന്നെ മാത്സ്, ഇതിന് മാർക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ കൂടുതലാണ്. ഇത് 20, ഇത് 15, ഇത് 20 അല്ലെ. അപ്പൊ ഇൻ ടോട്ടൽ 2, 4, 5, 55 മാർക്സ് ഈ ഒരു മേഖലയിൽ നിന്ന് തന്നെയുണ്ട്. ഓക്കെ, പക്ഷേ നമുക്ക് ഈ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ബാലികര മലയാണ് കുറച്ച് പേർക്കെങ്കിലും. കാരണം നമ്മൾ എത്രത്തോളം പഠിച്ചാലും നമുക്ക് പറയാൻ പറ്റില്ല. ബാക്കിയുള്ള പോർഷൻസിൽ നമുക്ക് അത്യാവശ്യം ഒരു സ്കോറിങ് നേടാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു എബവ് 75 ഒക്കെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ നിങ്ങൾ പഠിക്കണം. അപ്പൊ ഇതെങ്ങനെ പഠിച്ച് തുടങ്ങണം, എന്ത് ചെയ്യുന്ന തുടങ്ങണം എന്നൊക്കെയുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. ഓക്കെ, നമ്മൾ അതിൻ്റെ കൂടെ SCRT ക്ലാസ്സും LDC VFA ടെസ്റ്റ് സീരീസ് ഒക്കെ ചെയ്തു പോരുന്നുണ്ട്. അതിൻ്റെ വിത്ത് ഡെയിലി സ്റ്റഡി പ്ലാൻ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ളതുകൊണ്ടാണ് ഇത് എങ്ങനെ പഠിച്ചു തുടങ്ങണം, അതുപോലെ എങ്ങനെ അതിനൊരു കൃത്യമായിട്ടുള്ള രീതിയിൽ കൊണ്ടുപോകണം, എന്ത് കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതൊക്കെ ഞാൻ നെക്സ്റ്റ് പറയാം. കാരണം നമ്മൾ എന്ത് കിട്ടിയിട്ടും കാര്യമില്ല, നമ്മൾ എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ടോപ്പ് സ്കോറിങ് നമ്മൾക്ക് നേടിയെടുക്കാനും പറ്റും. ഓക്കെ, നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.